ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു റെയിൻബോ മിറർ. ഇന്ന് ഞാൻ വന്നേക്കുന്നത് പ്രൊഡക്റ്റ് റിവ്യൂ ആയിട്ടാണ്. ആ പ്രൊഡക്റ്റ് ഞാൻ യൂസ് ചെയ്തതിന് ശേഷമുള്ള ഹോണസ്റ്റ് റിവ്യൂ ആണ്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് പ്ലമിന്റെ റൈസ് വാട്ടർ ആൻഡ് നിയാസിനമൈഡ് 3% ടോണർ ആണ് കേട്ടോ. ഇത് കുറെ നാൾ മുന്നേ വളരെയധികം ഹൈപ്പിൽ നിന്ന പ്രൊഡക്റ്റ് ആണ്. അപ്പം മുതൽ ഞാനും വാങ്ങണമെന്ന് ഓർത്തു. അങ്ങനെ 6 മാസം മുന്നേ ഞാൻ വാങ്ങി കേട്ടോ. വാങ്ങിച്ചിപ്പം ഒരു 3 മന്ത് മിച്ചം ഞാൻ യൂസ് ചെയ്തു. ഒരു 3.5 മാസത്തോളം ഞാൻ യൂസ് ചെയ്തു. രാവിലെയും വൈകിട്ടും ആണ് യൂസ് ചെയ്യേണ്ടത്. ചിലപ്പോഴൊക്കെ ഞാൻ ഒരു നേരം യൂസ് ചെയ്തിട്ടുള്ളൂ. ചിലപ്പോൾ ഞാൻ 2 നേരം യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അതെൻ്റെ ഒരു സൗകര്യം പോലെ ഞാൻ ചെയ്യാറുണ്ട്. രാവിലെയും വൈകിട്ടുമാണ് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യേണ്ടത്. ചില ദിവസങ്ങളിൽ ഞാനത് ചില ടൈമിൽ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെയാണ് എനിക്കൊരു 4 മാസത്തോളം ഇതുണ്ടായിരുന്നു. 2 നേരമാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. നിങ്ങൾ കണ്ടിന്യൂസ്ലി 2 നേരം യൂസ് ചെയ്താലും ഇതൊരു കുറഞ്ഞതൊരു 3 മന്തെങ്കിലും നമുക്ക് കാണും കേട്ടോ. ഇത് 150 ml ഉണ്ട് ഈ പ്രൊഡക്റ്റ്. പ്രൈസ് വന്ന് 420 രൂപയാണ്. ഞാനൊരു 300 സംതിങ് ആ റേറ്റിലാണ് വാങ്ങിച്ചത്. കറക്റ്റ് പ്രൈസ് ഓർമ്മയില്ല, കുറേ നാളായല്ലോ. ഇപ്പൊ തീർന്നിട്ട് തന്നെ എനിക്കൊരു 1.5 മാസത്തോളമായി. ഈ പ്രൊഡക്റ്റ് ഇപ്പൊ എന്റെ തീർന്നിട്ടുണ്ട് കേട്ടോ. ഏകദേശം തീർന്നിട്ടുണ്ട്. കുറച്ച് മറ്റേ ഉള്ളൂ. അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ബാലൻസ് വെച്ചതാണേ. ഈ ടോണറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് വളരെയധികം ഇഷ്ടമായി. ഇതിൽ ഇവർ പറയുന്നത് പോഴ്സ് ഒക്കെ ടൈറ്റൻ ചെയ്യണമെന്നും നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റൺ ആക്കുകയൊക്കെ ചെയ്യുമെന്നാണ്. പിന്നെ ഓട്സ് എക്സ്ട്രാക്ട് ഒക്കെ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഓയിലൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യും. എന്റെ പോഴ്സ് ചെറുതായിട്ടൊന്ന് എനിക്ക് ടൈറ്റൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഒരുപാടൊന്നുമില്ല, ചെറുതായിട്ട് എനിക്ക് ഓപ്പൺ പോഴ്സ് ഉണ്ട്, ചെറുതായിട്ടുണ്ട് ഇവിടെ ഈ 2 ഭാഗത്ത്. അത് ചെറുതായിട്ടൊന്ന് ഷ്രിങ്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നിയാസിനമൈഡ് സിറംസ് ഒക്കെ ഉപയോഗിക്കുന്ന അത്രയും തന്നെ ഷ്രിങ്ക് ആവുകയില്ല. സിറംസിന്റെ അത്രയും എഫക്റ്റ് എന്തായാലും ടോണറിനില്ല. പിന്നെ ചെറുതായിട്ട് ഒന്ന് ഷ്രിങ്ക് ആയിട്ടുണ്ട്. പിന്നെ ഇത് നിർത്തി കഴിയുമ്പം വീണ്ടും വരാൻ ചാൻസ് ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. സിറംസ് ഒക്കെയാണ് കുറെ നാളെ എഫക്റ്റ് നിൽക്കും. ടോണർ എത്രത്തോളം എഫക്റ്റ് നിൽക്കുമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഞാൻ ഇതുവരെ ടോണർ ഒന്നും വാങ്ങിച്ച് യൂസ് ആക്കിയിട്ടില്ല കേട്ടോ. എൻ്റെ ആദ്യത്തെ ടോണറാണ്. അപ്പൊ ഈ പ്രൊഡക്റ്റ് നല്ല ഹൈപ്പിൽ നിൽക്കുന്ന കണ്ടിട്ട് ഒരുപാട് പേര് നല്ല റിവ്യൂ ഒക്കെ ചെയ്യുന്ന കണ്ട് അങ്ങനെയാണ് ഞാൻ ഇത് വാങ്ങിയത്. പിന്നെ റൈസ് വാട്ടർ ഉള്ളതുകൊണ്ട് തന്നെ ചെറിയ ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ ചെറുതായിട്ടൊരു ഗ്ലോ, അപ്പം ആ സമയത്ത് ഒരു ഗ്ലോ നമ്മുടെ ഫേസിൽ തോന്നും കേട്ടോ. ഇതിലെ നിയാസിനമൈഡ് അടങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെ സ്കിന്ന് ചെറുതായിട്ടൊന്ന് പൊടിക്ക് ബ്രൈറ്റൺ ആവും. ഒരുപാടൊന്നുമില്ല, ഒരു പൊടിക്ക് ഏറിപ്പോയാൽ 1 ടോൺ അത്രയൊക്കെ വരുള്ളൂ കേട്ടോ. പിന്നെ ഓപ്പൺ പോഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരുപാടൊന്നുമില്ല, നല്ല ചെറുതായിട്ട്. ഇനി കൂടുതൽ ബോട്ടിൽസ് വാങ്ങിച്ച് ഇത് യൂസ് ചെയ്യുമ്പോൾ ചിലപ്പം കൂടുതലായിട്ട് കുറയുമായിരിക്കും. ഇപ്പൊ ഒരു ബോട്ടിലല്ലേ ഞാൻ വാങ്ങിച്ച് യൂസ് ആക്കിയിട്ടുള്ളൂ, അതുകൊണ്ടാവും കേട്ടോ. എനിക്കല്ലാത്ത പക്ഷെ ഒരു ടോണറിന്റെ ആവശ്യം ഇതുവരെ തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതുവരെ ഒരു ടോണറോ അങ്ങനെ വാങ്ങിച്ച് യൂസ് ആക്കാഞ്ഞത്. ഇതിന്റെ ഹൈപ്പ് കണ്ടാണ് ഞാൻ ഇത് വാങ്ങിയത്. വാങ്ങിച്ചിടത്തോളം നല്ല പ്രൊഡക്റ്റ് ആണ്, കുഴപ്പമൊന്നുമില്ല. റൈസ് വാട്ടർ ഒക്കെ അടങ്ങിയിട്ടുള്ളത് തന്നെ നമുക്ക് ഇത് അടിച്ച ഉടനെ ചെറിയൊരു പൊടിക്കൊരു ഗ്ലോ ഒക്കെ തോന്നുന്നുണ്ട്. എനിക്ക് യൂസ് ചെയ്തിട്ട് ഇഷ്ടമായി. നല്ലൊരു പിന്നെ നമ്മുടെ ഫേസ് ഇത് അടിച്ചു കഴിയുമ്പോൾ നല്ലൊരു റിഫ്രഷ്മെന്റ് തോന്നാറുണ്ട് കേട്ടോ. ടോണർ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു റിഫ്രഷ്മെന്റ് എനിക്ക് തോന്നാറുണ്ട്. പിന്നെ ഈ പ്രൈസിൽ സാധാരണക്കാർക്ക് ഡെയിലി ബേസിൽ ഒരു ടോണർ യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത്രയും അഫോർഡബിൾ ആയിരിക്കത്തില്ല. കാരണം 400 എത്രയുണ്ട്. പിന്നെ ഇതൊരു 3-4 മാസം യൂസ് ചെയ്യാൻ ഉണ്ട് കേട്ടോ. നല്ല രീതിയിൽ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാനുണ്ട്. പക്ഷേ സാധാരണക്കാർക്ക് ആ പ്രൈസിൽ അഫോർഡ് ചെയ്യാൻ പറ്റുന്നവരാ നിങ്ങളെങ്കിൽ ഇത് വാങ്ങിച്ച് യൂസ് ചെയ്തോ, നല്ല പ്രൊഡക്റ്റ് കേട്ടോ. ഇത് പിന്നെ ഓൾ സ്കിൻ ടൈപ്പിന് ഉപയോഗിക്കാമെന്ന് ഇവർ പറയുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും തന്നെ വാങ്ങിച്ച് യൂസ് ആക്കാമായിരിക്കും. പിന്നെ ഈ പ്രൈസിൽ സാധാരണക്കാർക്ക് എത്രത്തോളം ഇത് അഫോർഡ് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. കാരണം 420 രൂപയാണല്ലോ. എത്ര പറഞ്ഞാലും ഒരു 300 സംതിങ് ആ റേറ്റിലൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ വാങ്ങിക്കാൻ പറ്റുന്നവരാണ് ഇത് വാങ്ങിച്ചോ. നല്ല പ്രൊഡക്റ്റ് വൈസ് നല്ലതാണ് കേട്ടോ, എനിക്ക് ഇഷ്ടമായി. പിന്നെ ഇതൊരു 3-4 മാസം നമുക്ക് യൂസ് ചെയ്യാൻ കാണും. രാവിലെയും വൈകിട്ടും നമ്മൾ യൂസ് ചെയ്താലും ഏതായാലും ഒരു 3 മാസം നമുക്ക് എന്തായാലും കണ്ടിന്യൂസ്ലി ഉപയോഗിക്കാൻ ഇത് കാണും. ഇതിങ്ങനെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് വരുന്നത്. എന്നിട്ട് ഇതിനൊരു മെയിൻ ക്യാപ്പ് ഉണ്ടാവും. അതങ്ങ് റിമൂവ് ചെയ്ത് കഴിഞ്ഞ് ഇതിൻ്റെ ലെഫ്റ്റിലേക്ക് തിരിക്കുമ്പോൾ ഓപ്പണും റൈറ്റിലേക്ക് തിരിക്കുമ്പോൾ ക്ലോസും ആണ് കേട്ടോ. അത് കഴിഞ്ഞ് ഇതിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാവും. എന്നിട്ട് ഫേസിലേക്ക് ഡാബ് ചെയ്ത് അങ്ങ് കൊടുത്താൽ മതി കേട്ടോ. ഇത് ഫ്യൂ സെക്കൻഡ്സിനുള്ളിൽ തന്നെ നമ്മുടെ ഫേസിലേക്ക് അങ്ങ് അബ്സോർബ് ആവുകയെ. ഇട്ട് കഴിയുമ്പോൾ നല്ലൊരു റിഫ്രഷ്മെന്റും ഉണ്ട് നമ്മുടെ ഫേസിന്. പിന്നെ ഇത് യൂസ് ചെയ്യാൻ അറിയാത്തവർക്ക്, ടോണർ എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്ന് പറയാണ്. എല്ലാവർക്കും അറിയായിരിക്കും, എല്ലാവരും ഡെയിലി ബേസിൽ ടോണറൊക്കെ ഉപയോഗിക്കുന്നവരായിരിക്കും. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ഇത് ഫേസ് വാഷ് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ വെള്ളം ഒന്ന് വലിഞ്ഞതിന് ശേഷം വേണം, ഉണങ്ങിയതിന് ശേഷം വേണം. ആദ്യം നമ്മൾ ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസറിനൊക്കെ മുന്നേ ഉപയോഗിക്കുന്ന ടോണറാണ്. അത് കഴിഞ്ഞ് മോയ്സ്ചറൈസർ ഉപയോഗിക്കുക, പിന്നെ സൺസ്ക്രീൻ, അങ്ങനെയാണ് ഉപയോഗിക്കുക. ഇനി സിറംസ് ഒക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം വെള്ളം നല്ല രീതിയിൽ ഉണങ്ങിയതിന് ശേഷം ടോണർ യൂസ് ചെയ്യുക.
ടോണർ യൂസ് ചെയ്തതിന് ശേഷം ഒന്നത് ഒരു 2 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക. അതപ്പോഴത്തേക്കും ഇത് നല്ല ഫേസിലേക്ക് അബ്സോർബ് ആകും. ഇത് പെട്ടെന്ന് ഫ്യൂ സെക്കൻഡ്സിനുള്ളിൽ അബ്സോർബ് ആകുന്നുണ്ട് കേട്ടോ. അതിനുശേഷം സിറംസ് യൂസ് ചെയ്യുക. അത് കഴിഞ്ഞ് മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ അങ്ങനെ ഉപയോഗിക്കുക കേട്ടോ. ഇത് ഡേയും നൈറ്റും ആണ് യൂസ് ആക്കുന്നത്. ടോണർ വേണമെന്നുള്ളവർ, താല്പര്യമുള്ളവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. പിന്നെ ഏതൊരു പ്രൊഡക്റ്റും നമ്മൾ കണ്ടിന്യൂസ്ലി ഉപയോഗിക്കുമ്പോഴാണ് അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ഞാനൊരു ബോട്ടിലും കൂടെ വാങ്ങിച്ച് യൂസ് ആക്കാമെന്ന് ഓർത്തിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഈ ടോണറിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഞാൻ യൂസ് ആക്കിയിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക്, ഷെയറും കമൻറ്റും ചെയ്യുക. നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യും. ഓളൊന്ന് ഓപ്ഷൻ ടച്ച് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരേക്കും ബൈ.